ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ ഒരു 4 അച്ച് ശർക്കരയാണ് നമ്മൾ മധുരത്തിനനുസരിച്ച് എടുക്കുക. ഇനി ഒരു മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 3 ടീസ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേന്ത്രപ്പഴം ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ നമ്മളുടെ ആ ഒരു സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങയുടെ ആ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 250 ml കപ്പിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് ഞാൻ അരിച്ച് വെച്ചിരുന്നു, അത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ മിക്സാക്കി എടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക, എന്നിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മിക്സാക്കി എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ശർക്കരപ്പാനി ഇതിലേക്ക് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1-2 ടീസ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് പഴം തേങ്ങയും പാടെ നേരത്തെ മിക്സാക്കി വെച്ചത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം. പഴം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മാവ് ഒരു തിക്കായി വരികയാണെങ്കിൽ നമുക്കിതിലേക്ക് ബാക്കി ശർക്കരപ്പാനി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ല കട്ടിയല്ല, അതുപോലെ തന്നെ നല്ല ലൂസല്ല, അതിൻ്റെ ഇടയിലുള്ള പരുവത്തിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടേണ്ടത്. നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കായി കിട്ടാൻ വളരെ പ്രയാസമാണ്. അതുപോലെ തന്നെ ലൂസായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾവശമൊന്നും കുക്കാവില്ല. ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതങ്ങനെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഒരു പാത്രം ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അതിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇളക്കി കിട്ടും. ഇനി അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ആവിയിലാണ്. നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്ന പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 25 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുക്കണം. അത് 25 മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തണുത്തതിൻ്റെ ശേഷം ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴം കൊണ്ട് ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. കാരണം നമ്മളിത് എണ്ണയിലല്ല ആവിയിലാണ് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.